നൂഡിൽസ് പോലെ ഉണ്ടല്ലോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, പിന്നെ ഹെൽത്തി സ്നാക്കും കൂടിയാണ് കേട്ടോ. ഞാനിത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കണ്ട ഇങ്ങനെ ഒരു ഐറ്റം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവോ? അതും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ഗോതമ്പിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് സ്നാക്സ് ബോക്സിൽ അങ്ങനെ എല്ലാം ടൈമിനാണ് ഞാനിങ്ങനെ പരീക്ഷണം നടത്തല്. അങ്ങനെ എനിക്ക് മൈൻഡ് തോന്നിയ കാര്യമാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ദോശമാവിൻ്റെ രൂപത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട്. വല്ലാണ്ടെങ്കിൽ ലൂസായി പോരുത് കേട്ടോ. പിന്നെ കട്ടപ്പിടിക്കൊന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടണം. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര ഉപയോഗിക്കാണ്ട് ജാഗരിയാണ് ഉപയോഗിക്കുന്നത്, അതായത് വെള്ളം നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ ആവശ്യത്തിന് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് മാറ്റി വെക്കണം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. ഈ ഒരു ബോട്ടിലാണ് ഞാൻ മാവ് നിറക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിൽ എടുക്കാവുന്നതാണ്. അതിൽ ഹോൾസ് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. മുട്ടമാലെല്ലാം ആക്കുന്ന പോലെ നമുക്ക് ആക്കിയെടുക്കാം. ഞാൻ ഇതിന് മുന്നേ മൈദപ്പൊടി കൊണ്ടൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഉപയോഗിച്ച ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ തന്നെയാണ് ഈ ഒരു ബോട്ടിലല്ല. എനിക്ക് അന്നേരം അത് കിട്ടിയിട്ടില്ലേനും അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നോൺ സ്റ്റിക്കിന് ഈ ഒരു പാൻ എടുത്തിട്ട് അതിലേക്കൊന്ന് വെള്ളം തടവിയിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ പൂ പോലെ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ മുന്നേ ഞാൻ ചെയ്ത തമിഴ്നാട് സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, ആ ഒരു റെസിപ്പി ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അത് മൈദപ്പൊടി കൊണ്ടാണ്, അതും സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അധികം നേരം ഒന്നും വെക്കണമെന്നില്ല. ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഗീ പുരട്ടുന്നുണ്ട്. പക്ഷെ ഒന്ന് ഏത് വേണമെങ്കിലും നമുക്ക് പുരട്ടിയെടുക്കാം. ഞാൻ ഇതൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം വേഗം തന്നെ ഞാൻ കോരി മാറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ടാ സൂപ്പർ ആയിട്ടില്ലേ? ഇനി ഇതുപോലത്തെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മക്കള് ഗോതമ്പിന്റെ ദോശയൊന്നും അങ്ങനെ കഴിക്കൂല കേട്ടോ. പക്ഷെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അവർ നല്ലോണം കഴിച്ചിട്ടുണ്ട്. അവർക്ക് തിരിഞ്ഞിട്ടേ ഇല്ല ഇത് ഗോതമ്പിൻ്റെതാണെന്ന്. അപ്പം ഈ കണ്ട ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കാത്ത മക്കളും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ കഴിക്കും. നമുക്കിത് നോർമലായിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതിൽ മസാല നരയ്ക്കുന്നുണ്ട്. ഇറച്ചിക്കറിയോ വെജിറ്റബിൾ കറിയോ ഏത് കറീൻ്റെ ഒപ്പം ഇത് നന്നായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ ആക്കിയിട്ട് മക്കൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ മസാല നരയ്ക്കുന്നുണ്ട്. സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും ജാഗരിയെല്ലാം ഇട്ട ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പണ്ടാക്കിയിട്ടും ഇതുപോലെ വെച്ചു കൊടുക്കാം. ഞാനിതിൻ്റെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. തേങ്ങാ പണ്ടെന്ന് പറയുന്നത് അടിപൊളിയാണ്. അതിൽ പക്ഷേ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അത് വെച്ചിട്ടുള്ള പണ്ടാണെങ്കിൽ നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കണമെന്നേ ഇല്ല. ഞാൻ ഇതുപോലെ റോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കണ്ട ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. കാരണം ഞാനിത് നോർമലായിട്ട് മിക്സ് ആക്കി എടുക്കുന്നതാണ്. ജാഗരി അലിയിപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല. ആദ്യം ഞാൻ മസാല നടുക്ക് വെച്ച് നോക്കി, പക്ഷേങ്കിൽ അതിനേക്കാളും സൈഡിലാക്കി വെച്ചപ്പാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതാകുമ്പം വേഗം റോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നേരത്തെ എടുത്ത് അതേ പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നെയ്യൊന്നും തടവൊന്നും ചെയ്യണ്ട. ഇതിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിലുള്ള വെള്ളം എല്ലാം ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ മധുരത്തിൽ മാത്രമല്ല, നമുക്ക് എരിവിലും മസാല വെച്ചിട്ട് ചിക്കൻ മസാല ഏത് മസാല വെച്ചിട്ടും ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികം നേരം ഒന്നും വെക്കണമെന്നില്ല, വേഗം തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇനി ഇതൊന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. കണ്ട ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ടാക്കിയിൽ വെച്ചിട്ട് അത് മാത്രമല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റുകയെന്ന് വെച്ചാൽ അത് ഭയങ്കരം തന്നെയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് എല്ലാ ഭാഗവും നന്നായിട്ട് ചെറുങ്ങനൊരു ബ്രൗൺ കളർ ആയിട്ടുമുണ്ട്. അതിലുള്ള വെള്ളയെല്ലാം നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് പണ്ടെല്ലാം ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലാണ് പ്രശ്നം. പിന്നെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ നന്നായിട്ട് കഴിച്ചിട്ടുമുണ്ട്. നൂഡിൽസ് പോലെ ഉണ്ടല്ലോ. ഇതൊരു വെറൈറ്റി ആണല്ലോ. കഴിച്ചോ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. പിന്നെ എപ്പോ ഒരുപോലെ കഴിക്കുന്നതിന് ബദല് ഇതുപോലെ അണ്ടിപ്പരിപ്പ് എല്ലായിട്ട്
അമ്മ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ.